ദാറ്റ്സ് ലൈക്ക് മൈ ഗേൾ. ഏതായാലും പാചകം ചെയ്യുന്ന വീട്ടിൽ നിന്ന് തന്നെയല്ലേ നീ വരുന്നത്. അപ്പോ കഴുകുന്നതും വൃത്തിയാക്കുന്നതും അതൊന്നും നിനക്ക് ബുദ്ധിമുട്ടല്ലല്ലോ. ഈ കാര്യത്തിന് കരഞ്ഞുകൊണ്ട് നിന്റെ ചേട്ടന്റെ അടുത്തേക്ക് നീ പോണ്ട. അവര് വന്ന് ഇൻഫ്ലുവൻസ് ചെയ്താലും എന്റെ അടുത്ത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എത്ര പെട്ടെന്ന ടൈം, പൊസിഷൻ എല്ലാം മാറിപ്പോയതല്ലേ? ശരിയല്ലേ അമൂല്യ? നീ ഓഫീസിലും ജോലിക്കാരിയെ പോലെ ആയി. എന്നുവെച്ച് ഞാനിതൊക്കെ നിന്നെ കൊണ്ട് വേണോന്ന് വിചാരിച്ച് ചെയ്യിപ്പിക്കുകയൊന്നും അല്ല. അഡ്മിൻ പൊസിഷനില് വേറെ ആരായാലും ഞാൻ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ വേറെ ആരോട് ഇൻഫ്ലുവൻസ് ചോദിക്കാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ചാ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ പോലും ആരുടെ ഇൻഫ്ലുവൻസിൽ കിട്ടിയതല്ല. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിലും ഞാൻ നന്നായി ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എന്റെ വീട്ടില് എന്നെ വെറുതെ ഇരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നേരത്തെ ടൈമിനെ പറ്റി എന്തോ പറഞ്ഞില്ലേ? കുഴപ്പമില്ല, ഈ സമയം ചിലപ്പോ ഇങ്ങനെയായിരിക്കും. പക്ഷെ ഒരു സമയം ശാശ്വതമല്ല എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിക്കോ. നിനക്ക് കൊളസ്ട്രോള് കുറച്ച് കൂടുതലാടി. എന്തു പറഞ്ഞാലും നിനക്ക് കൊഴുപ്പിന് ഒരു കുറവുമില്ല. നീ ശരിക്കും ഒരു ജോലിക്കള്ളിയാ. എവിടെ നിന്നാണോ നിന്നോട് ഞാൻ തുടയ്ക്കാൻ പറഞ്ഞത് അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങ് വന്നു അല്ലേ? ഇല്ലമ്മേ, അവിടെ ആരോ ഒളിച്ചു നിന്ന പോലെ തോന്നി. ഇങ്ങനത്തെ ഡ്രാമയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. അവിടെ ആരാ നിൽക്കുന്നതെന്ന് നീ പോയി നോക്കിയിട്ട് വന്ന് ഞാൻ പറയുന്നു വിചാരിക്കണ്ട. നോക്ക്, ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ മുഴുവനും ജോലിയിലായിരിക്കണം. ആര് വന്നു ആര് പോയി എന്നുള്ളതല്ല. അയ്യോ ഇല്ലമ്മേ, ശരിക്കും അങ്ങനെ തോന്നി. ദേഹം അനങ്ങാതെ കാശുണ്ടാക്കണമെന്ന് വിചാരിക്കുമ്പോ ഇങ്ങനെ പലതും തോന്നും. ഒഴിഞ്ഞു മാറാൻ ആവശ്യമില്ലാത്ത കാരണം പറയണ്ട. നീ എന്തിനാ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ നോക്കി നടക്കുന്നത്? ഡീ, പറഞ്ഞത് കേട്ടില്ലേ? മര്യാദയ്ക്ക് ജോലി എടുക്ക്. ഈ മാസം ശമ്പളം തരുമ്പോ കുറച്ചുകൂടെ കൂട്ടിത്താ. പിന്നെ അങ്ങോട്ട് ശമ്പളത്തിൽ നിന്ന് പിടിച്ചോന്നൊക്കെ നീ പറഞ്ഞാ അത് നടക്കുമെന്ന് വിചാരിക്കണ്ട. ജോലി ചെയ്. അമ്മ പറഞ്ഞു എന്ന് കരുതി ഇതൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഏട്ടത്തി. എന്താ അരതി നീ ഇപ്പോഴും നിങ്ങൾ താങ്കൾ എന്നൊക്കെ പറയുന്നേ? ആക്ച്വലി വിക്കിച്ചേട്ടനേക്കാൾ നീയാണ് മൂത്ത ആള് അല്ലെ? അപ്പൊ പിന്നെ ഞാനാണ് നിങ്ങളെ നിങ്ങൾ താങ്കൾ എന്നൊക്കെ വിളിക്കേണ്ടത്. അങ്ങനെയല്ല, ഒന്നുമില്ല ഏട്ടത്തി. ആദ്യം തൊട്ടേ ശീലിച്ച കാര്യമല്ലേ. അങ്ങനൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീയും എന്നെ പോലെ ആദ്യ, വാ, പോ എന്നൊക്കെ സാധാരണയായിട്ട് വിളിക്കാം. അതൊക്കെ പോട്ടെ, നമുക്കിപ്പോ C5-ല് ഏത് സിനിമയാണെന്ന് നോക്കിയാലോ? അയ്യോ ഏട്ടത്തി, വാട്ടർ ടാപ്പ് തുറന്നിട്ടിട്ടേ വന്നിരിക്കുന്നത്. ഞാനത് ഓഫ് ചെയ്തിട്ട് വരാമേ. ആനക്കൊമ്പിന്ന് രക്ഷപ്പെട്ട 1000 വർഷം ആയുസെന്ന് പറയും. അതുപോലെ ഈ ചെകുത്താൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട 1,000,000 വർഷം ആയുസ് കിട്ടും. നല്ല സമയം രക്ഷപ്പെട്ടു. ഒരു കാരണവശാലും ഇവളുടെ കണ്ണിൽ പെടാൻ പാടില്ല. എത്രയും വേഗം വന്ന കാര്യം ചെയ്തിട്ട് പോണം. ഹലോ ആദ്യ. പറയേ ധ്രുവ. നിന്റെ വീടിന്റെ പുറത്തുണ്ട്, ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്നെ എങ്ങാനും അമ്മ കണ്ട പ്രശ്നമാവൂ. ഇപ്പൊ പിടിക്കപ്പെടേണ്ടതായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാ, വരാൻ പറ്റുമോ? ആ, ഞാനിപ്പോ വരാം. ഏട്ടത്തി, ഒരു 5 മിനിറ്റ് ആയിരുന്നു, ഞാൻ ഇപ്പൊ വരാം.
സ്പൈസി ആയിട്ടൊരു മാഗി ഉണ്ടാക്കി തരൂ. സോറി മാഡം, ഞാൻ കണ്ടില്ല. എനിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഇതൊക്കെ ചെയ്യുന്നത് ഞാനാ. അതെന്ത് തന്നെയാണെങ്കിലും ഞാൻ ഹാൻഡിൽ ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. അല്ല മാഡം, അത് ഞാൻ പറഞ്ഞല്ലോ, പോയിരിക്കെ കൊണ്ടുവരാം. ബോസ് ഉണ്ടായിരുന്നെങ്കിൽ അമൂല്യ മേഡത്തിന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ലായിരുന്നു. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെയായി. സുരേഖ, നീ എന്തേ ചെയ്യുന്നേ? ഇതൊക്കെ ഇന്ന് ചെയ്യേണ്ടത് ഞാനാ. അതിന് തന്നെയാ ഞാനും വന്ന അമൂല്യ. ഞാനിവിടെ ജോയിൻ ചെയ്യാൻ കാരണം തന്നെ നീയാ. അങ്ങനെയുള്ളപ്പോ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് ഞാൻ എങ്ങനെയാ വെറുതെ ഇരിക്കുന്നത്? അത് അങ്ങനെയല്ല സുരേഖ. ഇപ്പൊ ഉള്ള MD നിന്നെ എവിടെയെങ്ങാനും കണ്ടാ നിനക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലി തരും. നീയായി, നിന്റെ പാടായി, നിന്റെ ജോലിയായി എന്നൊക്കെ പറഞ്ഞ് നീ ഇരുന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആരും ഈ കമ്പനി ജോലി ചെയ്യില്ലായിരുന്നു. നീ കാരണം ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ നിന്റെ കൂടെ നിന്നേ പറ്റൂ. ഞാനും ഹെൽപ്പ് ചെയ്യാം. രണ്ടുപേരും ചേർന്ന് കഫറ്റീരിയ മാനേജ് ചെയ്യാം. താങ്ക് യു സുരേഖ. റിസർച്ച് പ്രകാരം പറയുകയാണെങ്കിൽ ആ പ്രേതം നിന്റെ കൂടെ ഫ്രണ്ടാകാൻ ട്രൈ ചെയ്യായിരിക്കും. ഈ യുഗത്തില് പ്രേതം മനുഷ്യന്റെ കൂടെ ഫ്രണ്ട് ആയിട്ടുണ്ടാകുന്നു. എന്താ ഈ പറയുന്ന ജെയിംസ് ജഗദീഷ്? ജഗദീഷ് ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് സുമേഷ് ഏട്ടാ. ഈ പ്രേതം, മീനാക്ഷി, സുമേഷ് ഇതിന്റെ ഇടയിൽ ഒരു രഹസ്യം ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. അത് ഞാൻ പ്രൂവ് ചെയ്യും. നീ എന്ത് വേണമെങ്കിലും പ്രൂവ് ചെയ്തു. എനിക്ക് എന്റെ മീനാക്ഷി വേണം, അത്ര തന്നെ. ഇന്നത്തെ ഓർഡേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. നിന്നോട് എങ്ങനെ താങ്ക്സ് പറയേണ്ടത് എനിക്ക് അറിയില്ല. ഈ മാസം സാലറി വരുമ്പോ ഒരു ഐസ്ക്രീം വാങ്ങി തന്നേക്ക്. ഒരെണ്ണാക്കുന്നതിന് 2 എണ്ണം വാങ്ങിത്തരാം. കുറച്ച് ക്ലീൻ ആയിട്ടൊക്കെ നിനക്ക് പാചകം ചെയ്തൂടെ? ഓർഡേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാം എടുത്തു വെക്കായിരുന്നു. അതുകൊണ്ട് എങ്ങനെ കിടക്കുന്നത്? ഇവള് നിന്നെ ഹെൽപ്പ് ചെയ്തോ? ഹലോ, നിന്നോടാ ഞാൻ ചോദിക്കുന്നേ, മറുപടി പറയേ. ഞാൻ ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ മാഗി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരുണ്ടാക്കി തന്നു. നന്നായിട്ട് നീ കള്ളം പറയുന്നുണ്ട്. ഇവളല്ലേ നിന്റെ കൂട്ടുകാരി? ഞാൻ സത്യമാണ് പറയുന്നത്. വെറുതെ നീ ഡ്രാമ ഇറക്കണ്ട. സത്യം പറഞ്ഞ നിന്റെ ജോലിയെങ്കിലും ബാക്കി കാണും. ഇല്ലെങ്കിൽ ഒരു ദയയില്ലാതെ നിന്നെ ഞാൻ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. സത്യം പറ, ഇവളാണോ നിന്നോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത്? ഓക്കെ, ഫൈൻ ദെൻ. യു വിൽ പേ ഫോർ ഇറ്റ്. സാഹിത്യ, സാഹിത്യ. What the hell is this, അളിയ? എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നേ? ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നീ എന്തിനെ പറ്റിയായി പറയുന്നേ? അല്ല, ഇവിടെ ദേഷ്യം കാണിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? പറയേ. ഒന്നുമില്ല അളിയ, ചേട്ടൻ ഇല്ലാന്ന് പറഞ്ഞ് ഇവിടെ എന്തും ചെയ്യാന്നാണോ? കാം ഡൗൺ അളിയ. വേദാന്ത് ഇല്ലാത്തത് കാര്യമാക്കണ്ട. നമ്മളെല്ലാരും ഉണ്ടല്ലോ ഇവിടെ, പിന്നെന്തിനാ പേടിക്കുന്നേ? എന്താ ചെയ്യണ്ടേ? എന്റെ ചേട്ടനെ റൗഡി കൊച്ചിന്റെ കാര്യമൊക്കെ എന്റെ മാർദിയുടെ ലവ് സ്റ്റോറി പോലെ തന്നെ അത്രയും കഷ്ടത്തിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ ഗൗതമാണ് വില്ലനായിരുന്നെങ്കിൽ ഇവിടെ ഇവർക്കിടയിൽ ആ സാഹിത്യ. ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് വിക്കി. ധൃതിയില് എന്തെങ്കിലും ചെയ്താൽ കൂടുതൽ പ്രശ്നമാവരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാം ശരിയായി. ചേട്ടൻ ഇനി സാഹിത്യ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചിരിക്കുമായിരുന്നു. അത്രയൊക്കെ സംഭവിച്ചിട്ട് എന്താ ഉണ്ടായേ? ഭയങ്കര അർജന്റ് എന്നും പറഞ്ഞ് വീട് വിട്ടുപോയി. നമ്മളെല്ലാരും വിചാരിച്ചിരുന്ന ചേട്ടൻ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് റൗഡി കൊച്ചിനോട് ഐ ലവ് യു പറയുന്നായിരുന്നു. പക്ഷെ അവന് വളരെ അർജന്റാന്നും പറഞ്ഞ് ഓസ്ട്രേലിയക്ക് പോയി. അക്കാര്യത്തില് എനിക്കും കൺഫ്യൂഷൻ ഉണ്ട് വിക്കി. അത് മാത്രമല്ല, റൗഡി കൊച്ചിനെ കോൾ ചെയ്തിട്ട് മീറ്റ് ചെയ്യാന്നവരെ പറഞ്ഞതായിരുന്നു. പക്ഷെ എന്താ മീറ്റ് ചെയ്യാഞ്ഞേ? എനിക്കെന്തോ ഇതെല്ലാം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നും.
നീ ഇത്രയും ആലോചിച്ച് കൂട്ടി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വേദാന്ത് ജോലിക്ക് പോയെന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെയാ? അവന് ഈയിടെയായിട്ട് വളരെ നിഗൂഢമായിട്ടാ പെരുമാറുന്നത്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ ചിലപ്പോ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വേദാന്തിന് അമൂല്യയുടെ അടുത്ത് കൺഫസ് ചെയ്യാനായിട്ട് ഇപ്പോ ഇഷ്ടമുണ്ടാവില്ല. അതെന്താ അങ്ങനെ ഇഷ്ടമല്ലാത്ത? അതിന് മാത്രം എനിക്ക് ആൻസർ ഇല്ല. പക്ഷേ അവർക്ക് രണ്ടുപേർക്കിടയിൽ അന്ന് കല്യാണത്തിന് നടന്നില്ലേ കോൾഡ് ഫൈറ്റ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവോ? എന്ത് തന്നെ ആണെങ്കിലും അളിയാ, തമ്മിൽ സംസാരിച്ച ഒരു കൺക്ലൂഷനിലോട്ട് എത്തേണ്ടതല്ലേ? വരും വിക്രാന്ത്, ഉറപ്പായിട്ടും വരും. അവനും കുറച്ച് കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ സമയം കൊടുക്കാം. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോ ഒരു ക്ലാരിറ്റി കിട്ടിക്കോളും. മേഡം മേഡം, ബോസിന്റെ കാറ് സ്ക്രാച്ച് ആയിട്ടുണ്ട് മേഡം. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ബോസിന് കാർന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസ് ആണെന്ന്. ഇതെങ്ങാനും അദ്ദേഹം പറഞ്ഞാൽ വലിയ പ്രശ്നമാവും മേഡം. നീ പോവാൻ നോക്ക്. കാറ് പാർക്ക് ചെയ്യാൻ ഞാൻ നിന്നോടല്ലേ പറഞ്ഞ്? വേണമെന്ന് വെച്ചാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വെറുതെ ഓരോന്ന് എന്റെ തലേ കൊണ്ട് വെക്കേണ്ട സാഹിത്യ. നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാ ഞാനത് കേട്ടോണ്ടിരിക്കില്ല അമൂല്യ. ഇത് നിന്റെ ജോലിയാ. ഒന്ന് മിണ്ടാതിരിക്കുക സാഹിത്യ. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അത് എന്റെ വേദാന്തിന്റെ കാറല്ലേ? ഷട്ട് അപ്പ് അമൂല്യ. എന്റെ വേദാന്താണ് പോലും വേദാന്ത്. വേദാന്ത് ആർക്കുള്ളതാന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ. ആ കാറിന്റെ വില എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? യു മിഡിൽ ക്ലാസ് ചീപ്പ്. പറയുന്നൊക്കെ സൂക്ഷിക്കണം സാഹിത്യ. മിഡിൽ ക്ലാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. അതിന് കാറ് പാർക്ക് ചെയ്തത് ഞാനല്ല. എനിക്ക് ഡ്രൈവിംഗും അറിയില്ല. പിന്നെ ആരുടെ അടുത്താ നീ പറഞ്ഞത്? സെക്യൂരിറ്റി അങ്കിളിനോട് ചോദിക്കേ. എപ്പോഴും ബോസിന്റെ കാർ നോക്കുന്നത് ഇവരാ. പക്ഷെ ഇവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ചെയ്തത് ഉറപ്പായിട്ട് നിങ്ങളാ. കടക്ക് ഓഫീസിന് പുറത്ത്. ദേവി, ഇത് അങ്ങനെയൊന്നും പറയല്ലേ മേഡം. രാത്രിയും പകലും കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. പകൽ ഇവിടെ ജോലി ചെയ്താ രാത്രി മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോവും. ഇല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല മേഡം. അത് മാത്രമല്ല, കാശിനിപ്പോ ഒരുപാട് ആവശ്യമുണ്ട് മേഡം. നിങ്ങളോട് അപേക്ഷിക്കുകയാണ് മേഡം. നിങ്ങളോട് 2 സ്ഥലത്ത് ജോലി ചെയ്ത് ഉറക്കൊഴിഞ്ഞിങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞോ? ഇവളുടെ ജോലി ഇവള് ചെയ്തില്ലെങ്കിൽ ആ ജോലി നിങ്ങളാണോ ചെയ്യേണ്ടത്? വേദാന്ത് വന്ന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ നിങ്ങളെ പറഞ്ഞയക്കാം. പോക പുറത്ത്. അങ്ങനെയൊന്നും പറയല്ലേ മേഡം. ഞാൻ വേണേ കാല് പിടിക്കാം. എനിക്ക് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് എനിക്ക് ശീലമില്ല. നിങ്ങളുടെ അടുത്തൊക്കെ തർക്കിച്ച് ജയിക്കാനുള്ള പേഷ്യൻസും എനിക്കില്ല. ഒരു സെക്കൻഡെങ്കിലും എന്റെ കൺമുമ്പിൽ നീ നിന്നാ എനിക്ക് സഹിക്കില്ല. ഗെറ്റ് ഔട്ട്. അവരെവിടേക്ക് പോകുന്നില്ല. അയാളോട് പോകാൻ പറഞ്ഞത് ഞാനാ. അതുകൊണ്ട് പോകേണ്ടത് ഇയാളാ. അതിനിടയ്ക്ക് സംസാരിക്കുന്ന നീ ആരാ? ഒന്നും മിണ്ടാതെ സൈഡിൽ മാറി നിൽക്കുന്നതാ നല്ലത്. പോകാൻ പറഞ്ഞാ പോക തന്നെ വേണം. കാറ് പാർക്ക് ചെയ്തോളാന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഞാനാ. പക്ഷെ തെറ്റ് സംഭവിച്ചു. പക്ഷെ അതിൽ ഞാനും സെക്യൂരിറ്റി ചേട്ടനും കാരണക്കാരല്ല. എന്നിട്ടും അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. എടോ സുമേഷേ, കണ്ണും മിഴിച്ചു നോക്കി നിൽക്കാനല്ല. ഇവളെന്താ പറഞ്ഞെന്ന് നിങ്ങൾ കേട്ടായിരുന്നോ? എന്തിനാ മുഖത്തേക്ക് നോക്കുന്നേ? ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തോളാന്ന് ഇവള് പറഞ്ഞത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്തേക്ക്. അത് നോട്ട് ചെയ്തിട്ട് എന്ത് വേണം മേഡം? ജസ്റ്റ് ഒരു പ്രൂഫായിട്ട് കയ്യിൽ വെച്ചോളൂ. എന്താ വേണ്ടെന്ന് വെച്ചാ ഞാനത് ചെയ്തോളാം. കാറ് ഡാമേജ് ആവാൻ കാരണക്കാരി നീയാണെന്ന് നീ സ്വയം സമ്മതിച്ചു കഴിഞ്ഞു. സോ നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോവാ.
ഇറങ്ങി പോയിക്കോണം. ആദ്യ സൂക്ഷിക്കണം. ഈ സമയത്ത് നീ ടെൻഷൻ അടിക്കാൻ പാടില്ല. ബട്ട് ഐ എം വെരി സോറി. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുക. വേറൊന്നും വിചാരിക്കരുത്. നീ എന്തിനാ ധ്രുവ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒരുപക്ഷെ അമ്മ കണ്ടാലോ? ചേട്ടനാണെങ്കി ഇവിടെ ഇല്ല. അതോർത്ത സമാധാനമുണ്ട്. ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിലോ? ആദ്യ ഞാൻ അതിനെക്കുറിച്ച് പറയാനാ വന്നത്. നീ എന്താ പറഞ്ഞേ? അല്ല ആദ്യ, ചേട്ടനെ പെട്ടെന്ന് കാണാതായി എന്ന് പറയുമ്പോ നിനക്കതിൽ ഒരു ഡൗട്ടും തോന്നിയില്ലേ? ആ കാര്യത്തിൽ ഇത്ര ഡൗട്ട് എന്തിനാ ധ്രുവ? വേദാന്ത ചേട്ടൻ തന്നെയല്ലേ അബ്രോഡിലേക്ക് പോകുന്ന കാര്യം നമ്മളെ വിളിച്ചു പറഞ്ഞത്? പിന്നെന്താ? കമ്മോൺ ആദ്യ, ഈ വീട് വിട്ട് പുറത്തു പോകുന്നതുവരെ അവന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഞാൻ. ചേട്ടന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്നും എവിടെ ഉണ്ടാകുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സ്റ്റോപ്പ് ഇറ്റ് ധ്രുവ. നീ എന്തിനാ വെറുതെ കാട് കയറി ഇങ്ങനെ ചിന്തിക്കാൻ പോകുന്നേ? നീ കാര്യങ്ങളെ മറ്റൊരു ആംഗിളിലാണ് കാണുന്നത്. ഒന്നുകൂടെ ചിന്തിച്ചു നോക്ക്. വീടിന്റെ പുറത്തോട്ട് പോകുന്ന ആള് പെട്ടെന്ന് എബ്രോഡ് പോകാന്നൊക്കെ പറഞ്ഞാ അതത്ര നോർമൽ ആണെന്ന് തോന്നുന്നു.